ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ പ്രീമിയർ ലീഗാണ് ഇന്ന് നമ്മുടെ വിഷയം. പ്രീമിയർ ലീഗിൽ ചൊവ്വാഴ്ച പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങളാണ് നടന്നത്. വെസ്റ്റ് ഹാം യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലും ചെൽസിയും ലീഡ്സ് യുണൈറ്റഡും തമ്മിലും. ഈ രണ്ട് കളികളും സമനിലയിൽ അവസാനിച്ചു. വെസ്റ്റ് ഹാം 1-1 എന്നുള്ള സ്കോറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തളച്ചപ്പോൾ ലീഡ്സിന് ചെൽസിയെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം ലീഡ്സ് യുണൈറ്റഡ് 2 ഗോൾ തിരിച്ചടിച്ച് പിടിച്ചു കെട്ടി. ലീഡ്സ് യുണൈറ്റഡും ചെൽസിയും തമ്മിലുള്ള മത്സരത്തെക്കാൾ പ്രാധാന്യം കിട്ടിയ മത്സരമായിരുന്നു വെസ്റ്റ് ഹാം യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ. അതിന്റെ കാരണം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 5 തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷമേ മുടി വെട്ടിക്കൂ എന്നുള്ളൊരു ചാലഞ്ച് ഏറ്റെടുത്തിരുന്നു. പുള്ളിക്കാരൻ ഏതാണ്ട് 1 വർഷം മുമ്പ് എടുത്ത ചാലഞ്ചാണ്. അതിനുശേഷം പ്രീമിയർ ലീഗിൽ 5 മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിക്കാൻ യുണൈറ്റഡിന് പറ്റിയിട്ടില്ലായിരുന്നു. റൂബൻ അമോറിന്റെ കീഴിൽ മോശം ഫോമിൽ തുടർന്നിരുന്ന യുണൈറ്റഡ് അമോറിനെ പുറത്താക്കിയതിനു ശേഷം മൈക്കൽ കാരിക്കിന് കീഴിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു വരികയാണ്. കഴിഞ്ഞ 4 മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ച് അതിൽ ആർസണലിനെ തോൽപ്പിച്ച് സിറ്റിനെ തോൽപ്പിച്ച് തുടർച്ചയായ 4 വിജയങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന യുണൈറ്റഡിന് കിട്ടിയത് വെസ്റ്റ് ഹാം 5ാമത്തെ മത്സരമായിട്ട് കിട്ടിയത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ്. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആവട്ടെ ഈ സീസണിലെ ഏറ്റവും അവസാനം നിൽക്കുന്ന ടീമുകളിൽ ഒന്നാണ്. 18ാം സ്ഥാനത്താണ് അവർ ടേബിളില്. അപ്പം തുടർച്ചയായ 4 വിജയങ്ങളും നല്ല ഫോമിൽ വരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തീർച്ചയായും വെസ്റ്റ് ഹാമിനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും, ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും അതുപോലെ നമ്മുടെ തലമുടി വെട്ടാതെ കാത്തിരിക്കുന്ന പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് വിജയിക്കാം, തലമുടി വെട്ടാം, യുണൈറ്റഡിന് കുറച്ചുകൂടെ പോയിന്റ് ടേബിളിൽ കുറച്ചുകൂടെ മുന്നോട്ട് കയറാമെന്നുള്ളൊക്കെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കളി തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ 0-0 ആയിരുന്നു വെസ്റ്റ് ഹാം. സെക്കൻഡ് ഹാഫിൽ തോമസ് ഇസക്ക് 50ാം മിനിറ്റ് ലീഡ് എടുത്തതിനു ശേഷം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല കുറച്ച് ഭാഗ്യം കുറവായിരുന്നു. 1-2 അവസരങ്ങൾ കിട്ടിയതെല്ലാം പാഴായിപ്പോയി, അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് അവസാന നിമിഷം കളി തോൽക്കുമെന്നുള്ള അവസാന നിമിഷമാണ് അൽബേനിയൻ സ്ട്രൈക്കറായ ബെഞ്ചമിൻ സെസ്കോയുടെ ലാസ്റ്റ് നിമിഷം ഗോൾ വരുന്നത്. കളി ജയിക്കാനായില്ലെങ്കിലും തോറ്റില്ലല്ലോ എന്നുള്ള ആശ്വാസം യുണൈറ്റഡ് ഫാൻസിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ വെസ്റ്റ് ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ടീമാണ്. ഒരു 3 പോയിന്റ് ടേബിളിൽ അവർക്ക് റെലഗേഷൻ സോണിൽ നിന്ന് മുന്നോട്ട് കയറാനുള്ള അവസരമായിരുന്നു. അവസാന നിമിഷം സെസ്കോ ഗോൾ നേടിയപ്പം വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ കളിക്കാരെയും കോച്ചിന്റെയും റിയാക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം ഒരു 3 പോയിന്റിന് വേണ്ടി ദാഹിച്ചിരുന്നു എന്നുള്ളത്. അവരുടെ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവും. കാരണം റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ഒരു ടീമിന് ഒരു 3 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും യുണൈറ്റഡിനെ പോലുള്ള ഒരു ടീമിനോട് ഒരു 3 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ സംഭവമല്ല, ചില്ലറ കാര്യമില്ലായിരുന്നു. പക്ഷെ അവർക്കത് നേടിയെടുക്കാൻ പറ്റിയില്ല. പക്ഷെ വെസ്റ്റ് ഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൃത്യമായ ഗെയിം പ്ലാൻ ചെയ്തിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൃത്യമായി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഏതാണ്ട് 90-92 മിനിറ്റോളം. യുണൈറ്റഡിന്റെ മധ്യനിരയിൽ കളിക്കുന്ന ഈ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു യുണൈറ്റഡിന്റെ എല്ലാം. മധ്യനിരയിൽ ടീമിന്റെ പാസുകളെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പാസുകളെ സപ്ലൈ ചെയ്യുന്നതുമെല്ലാം, കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതൊക്കെ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ കൃത്യമായി കവർ ചെയ്ത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസുകളെ കില്ല് ചെയ്യാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് സാധിച്ചത് കൊണ്ടാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് അവസാന നിമിഷം വരെ പൊരുതി നിൽക്കാനായത്. ഒരു ഗോൾ ലീഡ് കിട്ടിയിട്ട് അവസാനം വരെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റിയത് ബ്രൂണോ ഫെർണാണ്ടസിന് അവർ കൃത്യമായ ഗെയിം പ്ലാനോടെ നേരിട്ടത് കൊണ്ടാണ്. ഏതായാലും ചെൽസിയും സമനില ആയതുകൊണ്ട് യുണൈറ്റഡിന് ഒരു ആശ്വാസമുണ്ട്. ഇപ്പോഴും യുണൈറ്റഡ് 4ാം സ്ഥാനത്തുണ്ട്. ചെൽസിയേക്കാൾ ഒരു പോയിന്റ് മുന്നിലാണ് യുണൈറ്റഡ്. ചെൽസി ആവട്ടെ 2 ഗോളിന്റെ ലീഡാണ് ചെൽസി കളഞ്ഞു കുളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ ജാവോ പെഡ്രോ നേടിയ 1 ഗോളിന് ചെൽസി മുന്നിട്ട് നിന്നിരുന്നു. സെക്കൻഡ് ഹാഫിൽ ജാവോ പെഡ്രോനെ വീഴ്ത്തിയതിന് പാമറിന് കിട്ടിയൊരു പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് പാമർ 2-0 എന്നുള്ള സ്കോറിന് ചെൽസി ഈസി ആയിട്ട് വിജയിച്ച് കയറും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ലീഡ്സ് യുണൈറ്റഡ് 2 ഗോൾ തിരിച്ചടിക്കുന്നത്. ലീഡ്സ് യുണൈറ്റഡ് 2 ഗോൾ തിരിച്ചടിച്ച് 2-2 സമനിലയായി നിൽക്കുമ്പോൾ അവസാന നിമിഷം പോൾ പാൾമർക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട്. ഏറ്റവും അവസാനം കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയിരിക്കുന്ന സമയത്ത് ഇക്വഡോറിയനായ നമ്മുടെ മോസസ് കസൈഡോ കൊടുക്കുന്ന ഒരു ക്രോസ്, പാൾമറെ പോലെ വിശ്വസ്തനായ ഒരു പ്ലെയർ അങ്ങനെ ഇതുപോലൊരു ചാൻസ് മിസ്സാക്കുന്ന ഒരിക്കലും ഒരു ചെൽസി ഫാൻസ് എന്നല്ല ഏതൊരു ഫാൻസും അങ്ങനെ വിശ്വസിക്കൂലായിരുന്നു. അതുപോലെ ഒന്ന് കാലുകൊണ്ട് തൊട്ട് കൊടുത്താൽ മാത്രം മതി
അത് ഗോളാക്കാൻ വേണ്ടി. ഏത് ചെറിയ കുട്ടിയും ഗോളാക്കാൻ പറ്റുന്ന അത്രക്കും ഗോൾഡൻ ചാൻസ്. നമ്മളെ ഇതിൽ പറയുകയാണെങ്കിൽ ഗോൾഡൻ ചാൻസ്, നമ്മുടെ ഭാഷ പറയാൻ ഗോൾഡൻ ചാൻസ് അല്ലെങ്കിൽ സുവർണാവസരം എന്ന് പറയുന്ന അത്രക്കും ഈസി ആയ ഒരു ചാൻസ് ആണ് പാമർ ഒരു സിക്സർ അടിച്ച് ബാറിന് മുകളിലൂടെ പറത്തി വിട്ടത്. അതൊരു നല്ല ക്രോസ് ആയിരുന്നു, കുറച്ച് വെയിറ്റ് ഉള്ള ക്രോസ് ആയിരുന്നു. അപ്പം പിന്നെ ഒരു ഹൈറ്റിൽ വന്നതുകൊണ്ട് പാൾമർ കൃത്യമായിട്ട് കാല് വെച്ചത് പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, പന്ത് ബാറിന് മുകളിലൂടെ പോയി. ചെൽസിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുകളിൽ കയറാനുള്ള ഒരു അവസരമായിരുന്നു. 3 പോയിന്റ്. ഇനി കളഞ്ഞു കുളിക്കുന്ന ഓരോ പോയിന്റുകൾക്കും കനത്ത വില തന്നെ നൽകേണ്ടി വരും. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് സീസണിന്റെ അവസാനം പോയിന്റ് ടേബിളിൽ വരുമ്പോഴാണ്, അവസാനം ആവശ്യമില്ലാതെ കൊടുത്ത ഓരോ നമ്മൾ ടീമുകൾ വരുത്തി വെക്കുന്ന ഓരോ പോയിന്റിനും എത്രത്തോളം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ചെൽസിന്റെ സില്ലി മിസ്റ്റേക്ക് കൊണ്ടാണ് ചെൽസിക്ക് മത്സരം കളഞ്ഞു വിളിച്ചത്. ലീഡ്സ് യുണൈറ്റഡിന്റെ രണ്ടാമത്തെ ഗോളൊക്കെ ചെൽസി ഡിഫൻസിന്റെ ലേസിനെസ് എന്നേ പറയാൻ പറ്റുള്ളൂ. മണ്ടത്തരം അല്ലെങ്കിൽ അബദ്ധം എന്ന് പോലും പറയാൻ പറ്റില്ല. നമുക്ക് അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന സംഗതിയാണ്, പക്ഷെ മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ചെൽസി കളിക്കാരെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കാണ് രണ്ടാമത്തെ ഗോളിന് വഴിവിട്ടത്. അപ്പം ചെൽസിയുടെ സില്ലി മിസ്റ്റേക്സ് ആണ് ചെൽസിന്റെ, എനിക്ക് തോന്നുന്നത് മരസ്കക്ക് കീഴിലും ചെൽസി അവസാന നിമിഷം ഗോൾ വാങ്ങിയിട്ട് ഒരുപാട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കളി ലീഡ് ചെയ്തതിനു ശേഷം 2 ഗോളുകൾ തിരിച്ചു വാങ്ങി കളി തോറ്റ മത്സരങ്ങള്, അതുപോലെ സമനിലയായ മത്സരങ്ങള്, അങ്ങനെ ഒരു പക്ഷെ ചെൽസി ലീഡ് എടുത്തതിന് ശേഷം കളഞ്ഞു കുളിച്ച ഒരുപാട് മത്സരങ്ങൾ ഈ സീസണിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെൽസി ഒരുപക്ഷെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തൊക്കെ നിൽക്കേണ്ട ഒരു ടീം ആയിരുന്നു. അത് അവരുടെ സില്ലി മിസ്റ്റേക്സ് ആണ് ചെൽസിനെ ആ ഒരു ലെവലില് ഇന്നത്തെ രീതിയിലുള്ള ഇപ്പോഴത്തെ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതേ ഒരു ഇതാണ് പാമറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പാമറിനെ പോലെ വിശ്വസ്തനായ ഒരു ടാലന്റഡ് ആയ ഒരു പ്ലെയർ ഈ ഒരു മിസ് ചെയ്യുന്ന ചെൽസി ഫാൻസും ആരും വിശ്വസിച്ചിരുന്നില്ല. ചില വീഡിയോയിലൊക്കെ കണ്ടല്ലോ ചെൽസി ഫാൻസിന്റെ റിയാക്ഷൻ അത്രക്ക് നിരാശാജനകമായിരുന്നു. ആ ഗോള് മിസ്സാക്കിയതിനു ശേഷം പാൾമറിന്റെ ഒരു നിൽപ്പുണ്ട്, പിന്നെ നെറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാൾമറിന്റെ ആ നിൽപ്പ് തന്നെ കണ്ടാൽ അറിയാം. പാൾമറിന് പോലും അത് ഗോളാക്കാൻ പറ്റാത്തത്, അത് വിശ്വസിക്കാനാവാതെ പാൾമർ കുറെ നേരം ഇങ്ങനെ നിന്നു, ഇതെന്ത് സംഭവിച്ചു എന്നുള്ള മട്ടില്. അപ്പം അത്രയ്ക്കും സുവർണാവസരം, ഇനി അതുപോലെ ഒരു അവസരം കിട്ടൂലായിരുന്നു എന്നുള്ള ഒരു അവസരമാണ് പാൾമർ മിസ്സാക്കിയത്. തീർച്ചയായും ചെൽസിക്ക് ഈ 2 പോയിന്റ് ഇന്നലെ കളഞ്ഞു കുളിച്ച 2 പോയിന്റിന് എന്തായാലും കനത്ത വില നൽകേണ്ടി വരും. അത് സീസൺ എത്രത്തോളം ഉണ്ട്, അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് നമുക്ക് സീസൺ അവസാനം പോയിന്റ് ടേബിളിന്റെ ലാസ്റ്റ് സ്റ്റാൻഡിങ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇനി ആഴ്സണലിന്റെ മത്സരങ്ങള്, സിറ്റിയുടെ മത്സരങ്ങളൊക്കെ ബുധനാഴ്ച നടന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരാം.